Good day all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, എന്താണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് നമുക്ക് നോക്കാം. അതായത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്? റാൻഡം സാമ്പിളാണ്, സൈസ് n. അതിൻ്റെ കറസ്പോണ്ടിങ് PDF എന്ന് പറയുന്നത് f(x) θ1, θ2, എക്സെട്ര എന്താണ് θk എന്ന് പറയുന്നത് എന്താണ്? PDF ആണ്. ഇതിൽ k പാരാമീറ്റേഴ്സ് ഉണ്ട്. θ1, θ2 എക്സെട്ര θk പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് പോപ്പുലേഷൻ്റെ ഫസ്റ്റ് k മൊമെൻറ്റ്സ് എടുക്കും. പോപ്പുലേഷൻ്റെ ഫസ്റ്റ് k മൊമെൻറ്റ്സ് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന അറിയാമോ? അതിൻ്റെ കറസ്പോണ്ടിങ് സാമ്പിൾ മൊമെൻറ്റ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, പോപ്പുലേഷൻ്റെ ഫസ്റ്റ് k മൊമെൻറ്റ്സ് ഇക്വേറ്റ് ദ ടു കറസ്പോണ്ടിങ് മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുമ്പം ആ കിട്ടുന്ന സൊല്യൂഷന് പറഞ്ഞ പേരാണ് എൻ്റെ എസ്റ്റിമേറ്റ്സ് എന്ന് പറയാൻ പറ്റും. വേറെ രീതിയിൽ പറഞ്ഞാൽ μ1' എന്ന് പറയുന്നത് റോ മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ. അതുപോലെ തന്നെ m1' എന്ന് പറയുന്നത് റോ മൊമെൻറ്റ്സ് ഓഫ് ദി ജനറേറ്റ് പറയുന്നത് μi' എന്ന് പറയുന്നത് റോ മൊമെൻറ്റ്സ് ഓഫ് ദി എന്താണ്? പോപ്പുലേഷനും ith റോ മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ. mi' എന്ന് പറയുന്നത് ith റോ മൊമെൻറ്റ്സ് ഓഫ് ദി എന്താണ്? സാമ്പിളുമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം അതായത് k പാരാമീറ്റേഴ്സ് അപ്പം μ1' m1', അതുപോലെ തന്നെ μ2' m2' എക്സെട്ര μk' mk' ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ k ഇക്വേഷൻസ് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് μ1' പോപ്പുലേഷൻ μi' എന്ന പോപ്പുലേഷൻ്റെ ith റോ മൊമെൻറ്റ്. mi' എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ ith റോ മൊമെൻറ്റ്സ്. അതായത് പോപ്പുലേഷൻ്റെ അത് നമുക്ക് μ1' ഈസ് ഈക്വൽ ടു എന്താണ്? m1'. μ1' ഈസ് ഈക്വൽ ടു m1'. μ1' എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈസ് ഈക്വൽ ടു. ഓക്കെ, m1' എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ xi/n. ഓക്കെ, അതുപോലെ എന്താണ് μ2' എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? μ2' ഈസ് ഈക്വൽ ടു m2'. μ2' എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഈസ് ഈക്വൽ ടു m2' എന്ന് പറയുമ്പോൾ എന്ത് വരും? സമ്മേഷൻ xi²/n. ഓക്കെ, അതുപോലെ എക്സെട്ര. അപ്പോൾ ഈ രീതിയാണ് നമ്മൾ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് എക്സെട്ര μk' ഈസ് ഈക്വൽ ടു mk'. μk' എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x⁻k ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi⁻k/n. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് θ1, θ2 എക്സെട്ര θk രീതി നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അപ്പോൾ കിട്ടുന്ന ആ സൊല്യൂഷനെ പറഞ്ഞ പേരാണ് എന്ത്? എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്ത് കോൾപിയേഴ്സ് എന്നാണ്. അപ്പം ഇതാണ് എന്ത്? മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നോക്കി എന്താണ് f(x1, x2, എക്സെട്ര x) എന്ന് PDF ആണ്. ഈ നമ്മുടെ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് k മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ. നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷന് പറഞ്ഞ പേരാണ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ μ1' mi' ith റോ മൊമെൻറ്റ്സ് ഓഫ് പോപ്പുലേഷൻ സാമ്പിളുമാണ്.
നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻ ui ഡാഷ് ഇസ് ഇക്വൽ ടു mi ഡാഷ് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്താ എക്സ്റ്റിമേറ്റ്സ് കിട്ടും. അപ്പം ഇത് സജസ്റ്റ് ചെയ്ത് ആരാണ്, കോൾ പിയേഴ്സൺ ആണ്. ഈ നമ്മൾ ML മുമ്പേ പറഞ്ഞായിരുന്നു ML എന്താണ്. അപ്പോൾ ML ആണ് എന്ത്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആണ് എന്താ സുപ്പീരിയർ. കാരണം MLക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ML എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസംപ്റ്റോട്ടിക്കലി അൺബയസ്ഡ് ആണ്. ഇൻഫിനിറ്റി പോകുമ്പോൾ MLയുടെ എസ്റ്റിമേറ്റ് അസംപ്റ്റോട്ടിക്കലി അൺബയസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ MLയുടെ എസ്റ്റിമേറ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ML എസ്റ്റിമേറ്റ് എന്തായിരിക്കും, സഫിഷ്യൻ്റ് ആയിരിക്കും. ML എസ്റ്റിമേറ്റ്സ് അസംപ്റ്റോട്ടിക്കലി എന്തായിരിക്കും, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ MLയുടെ പ്രോപ്പർട്ടീസാണ് ഇത്.